നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്, യൂട്യൂബ് ലോകം തന്നെ ഭരിക്കുന്നത്, നമ്മുടെ ഇടയിൽ യൂട്യൂബ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും മാമാട്ടിക്കുട്ടി മാമനും അച്ചു മാഡവുമാണല്ലോ. അപ്പോൾ വിഷയം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. സത്യത്തിൽ ഈ മാറ്ററിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ 2 ദിവസം മുമ്പ് അതിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ വോയിസ് നോട്ട്, കുട്ടി അതുലിനോട് സംസാരിക്കുന്നത്. അപ്പം അത് വീഡിയോ വന്നതിന് ശേഷം തൊട്ട് പിറ്റേ ദിവസം അത് നോക്കിയപ്പോൾ അത് വീഡിയോ ഇല്ല, പ്രൈവറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ റീസൺ അതുൽ പറഞ്ഞത് ആ കുട്ടിക്ക് പേടിയാണോ എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടിക്ക് പേടിയായതിൻ്റെ പേരിൽ അത് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടി പേടിച്ചത്? ആ വീഡിയോ അത്രത്തോളം വൈറലാവേ, ആ വീഡിയോയ്ക്ക് നല്ല പ്രതികരണം കിട്ടിയ സമയത്ത് ഇനി അവർ കോണ്ടാക്ട് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടി നന്നായിട്ട് പേടിച്ചു. അതിൻ്റെ പേരിലാണ് അത് പ്രൈവറ്റ് ആക്കി ഇട്ടത്. സത്യത്തിൽ ഇവിടെ പേടിക്കേണ്ടത് ആ കുട്ടിയാണോ? ഇങ്ങനെ ഒരു കുട്ടി ഒരു പെണ്ണ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, ഒന്നല്ല ഇഷ്ടം പോലെ. ആ കൺമണി ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം. ഇത്രയും പെൺകുട്ടികൾ എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും പേടിക്കേണ്ടത് സത്യത്തിൽ ഈ മാമാട്ടി കുട്ടിയാണോ അതോ ഈ കുട്ടികളാണോ? പേടിക്കേണ്ടവൻ ഇപ്പോഴും ഇവിടെ മിനി കൂപ്പറിൽ വന്നിരുന്നിട്ട് ഞാൻ ഫീനിക്സ് പക്ഷിയാണ്, ഞാൻ ഫീനിക്സ് പക്ഷിയുടെ കാഷ്ടമാണ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നുണ്ട്. അനുഭവം ഉണ്ടായിട്ടുള്ള കുട്ടികളെല്ലാം പേടിച്ച് ഒതുങ്ങേണ്ട അവസ്ഥയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ചെയ്യണമെന്ന്, സപ്പോർട്ട് അറിയിക്കണമെന്ന്. ഇപ്പം ചോദിക്കും, വീഡിയോയിൽ കൂടിയാണോ സപ്പോർട്ട് അറിയിക്കേണ്ടത്, യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്താണോ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. കൺമണി ഒരാൾ ചെയ്ത ഒരു 10-15 സെക്കൻഡുള്ള ഒരു വീഡിയോയിലാണ് ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മറ്റൊരു മുഖം അവിടെ ആ പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞത്. സോ വീഡിയോ ചെയ്യുന്നത് വെറുതെ ആണ് എന്ന് വരില്ലല്ലോ. ഈ വീഡിയോ കാണുന്ന, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന നിങ്ങളെല്ലാവരും 10 സെക്കൻഡെങ്കിൽ 10 സെക്കൻഡുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് പറ്റുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നും, ഓക്കെ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഇത്രയും പേര് എൻ്റെ പിറകിൽ ഇത്രയും മലയാളികൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരണം. ഇത്രയും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയ ഒരുത്തൻ ഞെളിഞ്ഞിപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തിരുന്ന വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് തംബ്നെയിൽ വെച്ചിട്ട് അവർ ബിസിനസ് നടത്തുന്നത്. അയാൾക്ക് ഒരു പേടിയില്ല. അയാൾ ഒരു ഭയങ്കര കൂളായിട്ടാണ്, ഞാൻ എന്ത് വന്നാലും ഞാൻ നേരിട്ടുള്ള. ഇപ്പോഴും ആ മാടമ്പിത്തം, ആ ഒരു മാടമ്പി സെറ്റപ്പ് എന്ന് അയാൾ ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല. അയാൾ അത്രയും ഭയങ്കര കൂളായിട്ട് നടക്കുമ്പോൾ ഈ കുട്ടികൾ ഇവിടെ പേടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ആര് തെളിവായിട്ട് വന്നാലും സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ ഷഫീന ബീവിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ബാക്കി പല കാര്യങ്ങളും നമ്മളെല്ലാവരും അവരെ ഒരുപാട് നെഗടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അവർ ആ കുട്ടിയൊക്കെ കൊടുക്കുന്ന സപ്പോർട്ടിൽ ഞാൻ എൻ്റെ ഒരു റെസ്പെക്ട് അവരോട് അറിയിക്കുകയാണ്. കാരണം അവർ വിട്ടുകൊടുത്തില്ല. ഇന്നലെ ആ കുട്ടികളെല്ലാം അവിടെ കിടന്ന് കൂവുന്ന സമയത്ത് അവർ അതുപോലെ പിടിച്ചു നിന്ന് ആ കുട്ടികളെ ചേർത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലായാലും എന്തിനായാലും അവർ കൂടെ നിന്നു. ആ ഒരു കാര്യത്തിൽ അവരോടുള്ള റെസ്പെക്ട് ഞാൻ അറിയിക്കുകയാണ്. ബാക്കി എന്തും നമുക്ക് പൊരുത്തക്കേടുകൾ മീൻസ് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതിൽ സത്യത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ, ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഈ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ പറയുന്നത് ശരിയായിരിക്കും, പോലീസ് എൻ്റെ കീശല്ല, ഞാൻ ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ട്, ഈ നിയമം എൻ്റെ കൈയുടെ കുമ്പിളിലാന്നൊക്കെ ഇയാൾ പറയുന്നത് മേ ബി ശരിയായിരിക്കും. ഇയാൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇതിനകം വെച്ചിട്ട് വനിതാ കമ്മീഷന് സ്വമേധയാ കേസെടുക്കേണ്ട എല്ലാ മാറ്ററും ഇതിനകത്തുണ്ട്. അത്രത്തോളം സ്ത്രീകളെ ഒരുമിച്ച് വന്നിട്ട് കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മീൻസ് വേണ്ടപ്പെട്ടവരാരും ഈ വിഷയം അറിഞ്ഞിട്ടില്ല, അവരുടെ ചെവിയിൽ അത് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു 1-1.5-2 ആഴ്ചയുണ്ട് ഇതാ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇത് തന്നെയാണ്. അപ്പൊ പിന്നെ കേസെടുക്കാത്തതിന്റെ പേരിൽ എനിക്കറിയില്ല. പിന്നെ ഇന്നലെ അവരെ കുട്ടികളായിട്ട് കുറച്ച് പേര് പോയി കേസ് ഫയൽ ചെയ്തു, DGPക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇത്രയും വിഷയം നടന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യണം. അതും അയാളുടെയും ആ സ്ത്രീയുടെയും ഫോട്ടോ വെച്ച് തന്നെ ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും കുട്ടികളോട് മോശമായിട്ട് സ്വന്തം ഭർത്താവ് പെരുമാറി എന്നറിഞ്ഞിട്ടും ഇവര് പിന്നെയും ക്യാമറ ഓണാക്കി മുമ്പ് വന്നിട്ട് എൻ്റെ ഭർത്താവ് പൊട്ടനല്ല, എൻ്റെ ഭർത്താവ് ഹരിചന്ദ്രൻ്റെ തൊട്ട് മേലത്തെ സ്റ്റെപ്പിലാണ് പുള്ളി നിൽക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇയാളെ വൈറ്റ് വാഷ് അടിച്ച് ഇവർക്ക് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഇവരിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇവർക്കും ഫൈൻ അടിക്കും എന്നുള്ളത് ഇവരുടെ ഗതികേടായിരിക്കാം. ചിലപ്പോൾ മേ ബി അവരുടെ സ്വഭാവം കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതാവാം. ചിലപ്പോൾ ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. കാരണം ഇയാളുടെ സ്വഭാവത്തിന് ഇയാൾ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ വേറെ വഴിയില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. ഇവർക്ക് അന്തസ്സുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെറ്റ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് പോയി സ്വന്തമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുകയല്ല. അവരുടെ ഇഷ്ടം, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇപ്പോഴും ഞാൻ ഫീനിക്സ് പക്ഷിയാണ്, എൻ്റെ ഭർത്താവ്
പറയാൻ വരുന്നത് വയൽ വേറെയാണ്, പക്ഷെ അതിവിടെ പറയാൻ പറ്റില്ല. ആണെന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിക്ക് വൈറ്റ് വാഷ് അടിക്കുന്നില്ലേ? തൊലിക്കട്ടി സമ്മതിക്കണം രണ്ടിൻ്റെയും കേട്ടോ. തൊലിക്കട്ടി, വല്ലാത്ത തൊലിക്കട്ടിയാണ് രണ്ടിനും. ഇത്രയൊക്കെ, അതും വോയിസ് നോട്ട് ഉൾപ്പെടെ എല്ലാം പുറത്ത് വന്നിട്ട് നാട്ടുകാർക്കെല്ലാം കാര്യം മനസ്സിലായി എന്ന് അറിഞ്ഞിട്ടും എൻ്റെ നാട്ടുകാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അടൂർക്കാരെല്ലാം എൻ്റെ ചുറ്റും ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഉളുപ്പില്ലേടോ എനിക്ക്, ഉളുപ്പില്ലേ ഇങ്ങനെ വന്നിരുന്ന് അങ്ങ് വിളമ്പാനായിട്ട്? ചോറ് തന്നെയല്ലേ തിന്നുന്നത്? മനസ്സിലാവുന്നില്ല എനിക്ക് ഇങ്ങനെ ഇത്രത്തോളമൊക്കെ മനുഷ്യരെ അധംപതിക്കൂ എന്നുള്ളത്. ഇപ്പോഴും പറയാ ഞാൻ എന്താ ചെയ്തത്. ഓക്കെ, നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ രോക്ഷാകുലകരാകാൻ നിന്ന, ഇതിൽ റിയാക്ട് ചെയ്താൽ നിന്നാൽ ഇങ്ങനെയൊന്നും അല്ല റിയാക്ട് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നാട്ടുകാരെ പിടിച്ച് പെരുമാറേണ്ട സമയം കഴിഞ്ഞു. അവിടെ എന്തുകൊണ്ട് നാട്ടുകാരെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ നമ്മളെപ്പോലെ കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആ കുട്ടിയേക്കും, അയാളെയും ആ പെണ്ണുമ്പിളെയും വിടും, ആ കുട്ടിയൊക്കെ നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇതുപോലെ നാളൊരു സമയത്ത് നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ ഈ ഒരു അവസ്ഥ വന്നാലേ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചിന്തിച്ചൊന്ന് വീഡിയോ ചെയ്യാന്ന്, ഹെലൻ ചെയ്ത ഒരു കുറച്ച് 2-3 വീഡിയോയിൽ ഹെലൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ ആ കുട്ടികൾ എന്തിനു വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരിപ്പോഴും അവിടെ നിൽക്കുന്നത് ആവശ്യമൊന്ന്. ഇപ്പൊ ഞാനാവട്ടെ, നമ്മൾ ഈ കമന്റ് ഇടുന്നവരാവട്ടെ, വീഡിയോ ചെയ്യുന്നവരാവട്ടെ, മിക്കവരും സേഫ് സോണിൽ ഇരുന്നിട്ടായിരിക്കും. ഓക്കെ, നമ്മുടെ വീട്ടിൽ നമുക്ക് അടച്ചുറപ്പൊരു വീട്, നമ്മൾ ഈ വീഡിയോ അങ്ങോട്ട് ഓഫാക്കിയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് കിച്ചണിൽ നമുക്ക് കഴിക്കാൻ ഫുഡ് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇരുന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഇവർക്ക് ഇറങ്ങി പൊക്കൂടേത്. പക്ഷെ അവിടെ നിൽക്കുന്നവരുടെ ആ ഒരു ഷൂല് നിന്നാലേ നമുക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവും. ചിലപ്പോൾ അതെല്ലാം ഇട്ടിറങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ വീട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അവസ്ഥയിലുള്ള കുട്ടികളായിരിക്കും അവിടെ ഇത്രയൊരു അവസ്ഥ വന്നിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ശരിക്കും പ്രതികരിക്കാൻ ചങ്കൂട്ടുള്ള ഇപ്പൊ ഗതികെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും പ്രതികരിക്കാൻ ചങ്കൂട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഒരു 20-25 പോട്ടെ, ഒരു 30 ദിവസത്തിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ അവിടെ നിന്നിരുന്നെങ്കിൽ ഇതിനകം വെച്ചിട്ട് ഇതിന് മുമ്പേ ഒക്കെ ഇവരുടെ കള്ളക്കളി പുറത്തു വന്നേനെ. സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുന്ന മൊബൈൽ വരെ അവിടെ വെച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, ചെകട്ടത്തൊരെണ്ണം കൊടുത്തിട്ട് ഇറങ്ങി പോകാൻ പറ്റിയേനെ. എങ്കിലും ഈ 10,000 രൂപയുടെ ഫോൺ അവിടെ വെച്ചിട്ട് പോയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആ ചെറ്റയുടെ ചേട്ടത്തൊന്ന് കൊടുത്തിട്ടാണല്ലോ പോയെന്ന്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ പേഴ്ചവൻ, ഐ മീൻ ഫൈൻ മാൻ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഫൈൻ ഇടുന്നില്ലേ, അവന് ഈ ചെയ്ത് കൂട്ടിയതിന്, ഈ സ്ത്രീകളോടൊക്കെ ചെയ്ത് കൂട്ടിയതിനും തക്കതായ ശിക്ഷ അത് മികച്ച രീതിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മോനെ സിബി, മോനെ മാമാട്ടി കുട്ടി, നിനക്കാടാ ആശംസിക്കുന്നു. ഓക്കെ അച്ചുമോളെ, ഓക്കെ. എന്തായാലും നാട്ടുകാരെങ്കിലും ഇതിൽ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഇത്രയും നാളും ഇവനിങ്ങനെ ഞെളിഞ്ഞ് നടന്നതിൽ അതിശയം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും പറ്റുന്ന സപ്പോർട്ട് ആ കുട്ടിയൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.